നമ്മളുടെ പുതിയ ടോപ്പിക്ക് ലിസ്റ്റ് കോംപ്രഹെൻസീവ് ആണ്. അപ്പൊ ഈ ലിസ്റ്റ് കോംപ്രഹെൻസീവ് എന്ന് പേര് പറയുന്ന പോലെ തന്നെ ലിസ്റ്റ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. അതായത് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് നമ്മൾ പുതിയ ഒരു ലിസ്റ്റിനെ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനിപ്പം അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിളോട് കൂടി നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് ലിസ്റ്റ് കോംപ്രഹെൻസീവ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട കുറേയേറെ ആവശ്യങ്ങൾ വരുന്ന സമയങ്ങളുണ്ട്. അപ്പം അത് നമുക്ക് വരും വഴിയെ കാണാം. ഓക്കെ, ഇപ്പൊ ഞാൻ ആ സിൻടാക്സ് ഒന്ന് പഠിപ്പിക്കുക എന്നുള്ള ഒരു പർപ്പസ് മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഞാനൊരു ഒരു 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 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, റിസൾട്ട്. ഒരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫോർ ഐ ഇൻ makes I dot append result dot append of either I print result. ഞാൻ എഴുതിയിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് INMA ഈ ഒരു സ്ട്രിങ്ങിനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ലെറ്ററിനെ സെപ്പറേറ്റ് ചെയ്ത് അത് ലിസ്റ്റിൽ വരാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ നിങ്ങൾ കരുത്തില്ലേ ദൈവമേ ഇതിന് ഇത്രയും ഒരു സ്റ്റെപ്സ് ഒരു 4 ലൈൻസോളം എഴുതണം എന്നല്ലേ? വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതാൻ പറ്റും നമ്മുടെ ലിസ്റ്റ് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത്. ഞാനിവിടെ / ഞാനിവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം പ്രോഗ്രാം തന്നെ ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്ത് കാണിച്ചുതരാം. ഒന്നുമില്ല, ലിസ്റ്റ് കോംപ്രഹെൻസീവും ഇതുപോലെ തന്നെ റിസൾട്ട് ഒരു വേരിയബിൾ ഈക്വൽ ടു ലിസ്റ്റ് കോംപ്രഹെൻസീവ് പറയുന്ന പോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് I അവിടെ ഫോർ ലൂപ്പിൽ I യൂസ് ചെയ്ത് I തന്നെ ഇവിടെയും ഫോർ I in അപ്പൊ I ആദ്യം എന്താണ് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് ഇനിഷ്യലൈസേഷനും കൂടി കൂടി തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു? എന്റെ ഇൻമേക്സ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ, ഇത്രേ കാര്യമുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? പ്രിന്റ് ഞാൻ റൺ ചെയ്തു. കണ്ടോ ഔട്ട്പുട്ട് വന്നേക്കുന്നത്? ഔട്ട്പുട്ട് സെയിം ആയതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ ഇൻമേക്സ് വന്നേക്കുന്നുണ്ടോ? അപ്പൊ അതായത് മുകളിൽ ഞാൻ അപ്പൻഡും എംപ്റ്റി ലിസ്റ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്ന സെയിം സാധനം ഒറ്റ ലൈനിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഈ വേ ഓഫ് ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോസസ് ആണ് ഈ ലിസ്റ്റ് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ ആദ്യമേ നമ്മുടെ ഐട്രേറ്റീവ് വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ആ ഐനെ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് ഫോർ I in inmates അത് ലിസ്റ്റിനകത്ത് വേണം കൊടുക്കാനുള്ളത്. അപ്പൊ ലിസ്റ്റ് കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണിത്? മനസ്സിലായോ? അപ്പൊ ഇത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലിസ്റ്റ് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പൈത്തണിനകത്ത്. ഇനി നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ ഞാൻ വേണേ കാണിച്ചു തരാം. എനിക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വരികയോ, റിസൾട്ട് ഈക്വൽ ടു ലൈക്ക് ചുമ്മാ കുറെ വേർഡ്സ് കൊടുക്കണേ. അല്ലെങ്കിൽ വേണ്ട, പ്രോപ്പർ വേർഡ്സ് തന്നെ കൊടുത്തേക്കാം. പൈത്തൺ, ജാങ്കോ, ഫ്ലാസ്ക്, പീപ്പിൾ, ഒരു ലിസ്റ്റ് എനിക്കുണ്ട്. ഓക്കെ, ഞാൻ പറയുവാണ് എനിക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ലൈക്ക് P 2 എണ്ണമില്ലേ, അപ്പൊ P എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ഉള്ളതിനെല്ലാം ആയിട്ട് ഒരു പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സാധാരണ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോർ ലൂപ്പ് ഒക്കെ ആദ്യം ക്രിയേറ്റ് ചെയ്ത് ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്ത് എന്റെ റിസൾട്ട്സ് എന്ന് പറയുന്ന അതിൽ നിന്ന് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ കണ്ടീഷൻ കൊടുക്കണം അല്ലെ, ഇഫ് P എന്ന് പറയുന്ന ലെറ്റർ ഇൻ റിസൾട്ടിനകത്തോ ഐക്കകത്താണല്ലോ പിന്നെ വരുന്നത്, ഐക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ ഒരു ലിസ്റ്റ്, അതായത് ഒരു എംപ്റ്റി ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ന്യൂ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യണം? അപ്പൻഡ് ചെയ്യണം അല്ലെ? അപ്പൻഡ് ചെയ്യണം എന്ത്? I അല്ലെ?
എന്നിട്ട് പ്രിന്റ് ചെയ്യണം. ഇതാണ് സത്യത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു കോഡ് ചെയ്യുവാണെങ്കിൽ ചെയ്യേണ്ടത്. ന്യൂ ആണ് ഇത് കാണിച്ചു തരാം. കണ്ടോ, പൈത്തന് പീപ്പിൾ രണ്ടെണ്ണം ഉള്ളത്. എന്താ ചെയ്യുന്ന ഐ ഇൻ റിസൾട്ട്. ഐ ഇൻ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഇത് എടുക്കും, എന്നിട്ട് പി കണ്ടീഷൻ ഉള്ളതിനെ മാത്രം അപ്പൻഡ് ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു സെയിം സാധനത്തിനെ ഞാൻ നിങ്ങൾക്ക് അല്ലാതെ ലിസ്റ്റ് കോംപ്രഹെൻസീവ് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ഞാൻ ഇവിടെ ന്യൂ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ ഈക്വൽ ടു ഐ ഫോർ ഐ ഇൻ റിസൾട്ട്സ്. ഓക്കെ, എന്നിട്ട് നമ്മളെ കണ്ടീഷൻ എന്താ, പി ചേർത്ത് വരണം അല്ലെ. അവിടെ നമുക്ക് ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഇഫ് പി ഇൻ ഐക്കകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി അല്ലെ. പ്രിന്റ് ഓഫ് ന്യൂ. മനസ്സിലായോ? അതായത് ഐ ഫോർ ഐ ഇൻ റിസൾട്ട് ഇഫ് പി ഇൻ ഐ. അതായത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ലൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി കണ്ടീഷൻ കൊടുക്കുന്നതിനകത്ത് പി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഐക്കകത്തുണ്ടെങ്കിൽ, ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐട്രേറ്റീവ് എല്ലാം എടുക്കുന്നതല്ലേ, അതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് പ്രിന്റ് ചെയ്ത് വരണം. കണ്ടോ വന്നേക്കുന്നത്? മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കണ്ടീഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമുക്കൊരു പ്രത്യേകം കണ്ടീഷൻ കൊടുക്കാൻ പറ്റണം. ഇപ്പം എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ അപ്പ് കഴിഞ്ഞ ശേഷം ഇഫ് കണ്ടീഷൻ കൊടുത്താൽ മതി. അതിനിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ കൊടുത്തില്ലേലും കൊടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്കൊരു റേഞ്ചിൽ ഒരു സാധനം എഴുതണം. ഇപ്പം ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 10. എന്ത് വന്നു, നമുക്ക് ലിസ്റ്റിനകത്ത് 0 to 9 10 നമ്പേഴ്സ് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമേ എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കുക, പ്രിന്റ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ ശേഷം പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനിയിപ്പോ അല്ലാതെ നിങ്ങൾക്കിപ്പം ലൈക്ക് ഹലോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻമേക്സ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, എത്ര തവണ നമ്മളുടെ ഒരു ലിസ്റ്റ്, ഇപ്പൊ 1 പൈത്തൺ ജാങ്കോ ഫ്ലാസ്ക് ആപ്പിൾ 4 എലമെന്റ് ഉണ്ട്. അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇൻമേക്സ് അതിന് പകരമായിട്ട് പ്രിന്റ് ചെയ്ത് വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ ഐ മാറ്റിട്ട് ആദ്യം എന്താണ് കൊടുക്കേണ്ടത്, ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ എക്സ്പ്രഷൻ ആണ്. ഇപ്പൊ ഹലോന്നോ ഇൻമേക്സ് കൊടുക്കുവാണ്. ഇൻമേക്സ് ഫോർ ഐ ഇൻ റിസൾട്ട് കേട്ടോ. എത്ര തവണ അത് വരുന്നുണ്ട് അത്രയും തവണ എന്താകും അവിടെ, ഇൻമേക്സ് എന്നാവും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ആദ്യമേ വരുന്നത് ഇതിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, എക്സ്പ്രഷൻ, പിന്നെ ഫോർ ലൂപ്പ് ആണ് വരുന്നത്. ഫോർ ഐട്രേറ്റീവ് വേരിയബിൾ ഇൻ എന്തിനകത്താണോ ഐട്രേറ്റബിൾ ചെയ്യേണ്ട ഏതിനകത്താണോ അത് കൊടുക്കുക, പിന്നെ ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഞാനൊന്ന് വേണമെങ്കിൽ പോട്ട് എഴുതി വെക്കാം. ഒരു വേരിയബിളിനെ ഈക്വൽ ടു ലിസ്റ്റിനകത്ത് നമ്മുടെ എക്സ്പ്രഷൻ ഫോർ ഐട്രേറ്റീവ് വേരിയബിൾ ഇൻ ഐട്രേറ്റബിൾ ചെയ്യേണ്ട ആ ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് ആക്ച്വലി നമ്മുടെ ഈ ലിസ്റ്റ് കോംപ്രഹെൻസീവിന്റെ ഒരു എക്സാമ്പിൾ. ക്ലിയർ? ഇപ്പൊ നിങ്ങൾക്ക് അപ്പർ കേസിൽ എല്ലാ കാര്യങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും എക്സ്പ്രഷൻ ഇവിടെയാണ് കൊടുക്കേണ്ടത്. എന്ത് കൊടുക്കണമെങ്കിൽ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഞാന് ലൈക്ക് എനിക്ക് ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞ ഇതിനകത്തുള്ള എല്ലാം എനിക്ക് അപ്പർ കേസിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനിക്ക് ഇവിടെ അപ്പർ നമ്പർ നമുക്കുണ്ടല്ലേ, ഓൾറെഡി അപ്പർ നമ്പർ നമുക്ക് ഓൾറെഡി ഐ ആണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുക. അതേ ഡോട്ട് അപ്പർ കൊടുത്താൽ പോരെ, ഒന്നും ചെയ്യണ്ട. കണ്ടോ, പൈത്തൺ ജാങ്കോ ഫ്ലാസ്ക് ആപ്പിൾ വന്നിക്കുന്ന കണ്ടോ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലിസ്റ്റ് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത്. അപ്പം പല സൈറ്റിൽ ഇഷ്ടം പോലെ നമ്മളുടെ എക്സാമ്പിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. നമ്മൾ അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, ഇപ്പൊ ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ വേണേൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒരു ലൈക്ക് ഇതിപ്പോ ഒരു നമ്പറിന്റെ ഒരു ലിസ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 4 6 7 ഇതിന്റെ ലിസ്റ്റ് ആണ്. എനിക്കിപ്പം ഇത്
ഇൻറ്റു ചെയ്തിട്ടെല്ലാം വരണമെന്നുണ്ടെങ്കിൽ ഐ ഇൻറ്റു ഐ കൊടുക്കും ഞാൻ ഇവിടെ. ഐ ഇൻറ്റു ഐ, സോറി ഐ ഫോർ ഐ ഇൻ നമ്പർ. കണ്ടോ? 1 4 സ്ക്വയർ 16 36 7 49. കണ്ടോ? എക്സ്പ്രഷൻ ആദ്യം കൊടുക്കുക, പിന്നെ ലൂപ്പ് ചെയ്യുക, പിന്നെ കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, ക്ലിയർ?